everyone, welcome back to my YouTube channel Love by Aki. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് ഹെയർ സ്റ്റൈലിംഗ്. ഒരുപാട് കോമന്റ്സ് എനിക്ക് വരാറുണ്ട് എങ്ങനെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അത് ഷോർട്ട് വീഡിയോയിൽ കുറച്ച് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല. എന്നാലും കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഷോർട്സിൽ പറ്റില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ഈ ഒരു ഹെയറിനെ ഇങ്ങനെ ഹെയർ ആക്കി എങ്ങനെ മാറ്റാം. നമ്മൾ ഫേസ്റ്റ്ലി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ പാർട്ടീഷൻ ചെയ്യുക, മിഡിൽ പാർട്ടീഷൻ. ഇതൊന്നുമില്ല, ജസ്റ്റ് നമ്മുടെ മൊത്തത്തിലുള്ള ഹെയറിനെ 2 സെക്ഷൻ ആക്കി എടുക്കുന്നു. ഇതാവുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. നമ്മുടെ ഹെയർ നോട്ട്സ് ഒക്കെ കളഞ്ഞ് കോംബ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി എടുക്കണം. അപ്പൊ ഞാൻ കോംബ് ചെയ്ത് ഹെയർ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് സ്റ്റെപ്പ് 1. ഇനി സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇതാണ് ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇതിൽ നിന്ന് ഹീറ്റ് അതാണ് ഹീറ്റ് പ്രൊട്ടക്റ്റർ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ട്രെസ്മയുടെ കെരാട്ടിൻ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് ആണ്. അപ്പം ഇത് അത്യാവശ്യം ഒരു അപ് ടു 230 ഡിഗ്രി സെൽഷ്യസ് വരെ ഇത് നമ്മുടെ ഹെയറിനെ പ്രൊട്ടക്ട് ചെയ്യും. മാത്രമല്ല ഇത് ഫ്രിസ് കൺട്രോൾ അപ് ടു 48 hours എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇത് സ്പെഷ്യലി എഴുതിയിട്ടുണ്ട് ഡിസൈൻ ഫോർ ഇന്ത്യൻ ഹെയർ എന്നുള്ളത്. എന്റേതെന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ ഹെയർ ആണ്. അത്യാവശ്യം അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് എന്റേത്. സ്പെസിഫിക്കലി ഈ ഒരു ഭാഗത്തായിട്ടാണ് എന്റെ ഫ്രിസിനെസ് വരുന്നത്, ഈ ഒരു ഫ്രണ്ട് ഏരിയാസിൽ. ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ നമ്മൾ സെക്ഷൻ വൈസ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈവച്ച് തന്നെ എല്ലായിടത്തും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, അത്യാവശ്യം എല്ലായിടത്തും എത്തുന്ന രീതിയിൽ അപ്ലൈ ചെയ്യണം. എൻസിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക, കാരണം എൻസ് ആണ് പെട്ടെന്ന് ഹീറ്റ് കാരണം ഡാമേജ് ആവുന്നത്. നമ്മുടെ സ്കാൽപ്പിൽ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് സ്പ്രേ അടിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ സ്കാൽപ്പിലേക്ക് നമ്മുടെ അയണിങ് ടൂള് സ്കാൽപ്പിലേക്ക് കൊണ്ടുവരുന്നില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ കയ്യിൽ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് റബ്ബ് ചെയ്ത് ജസ്റ്റ് ഫ്രണ്ടിൽ മാത്രം ഒന്നിങ്ങനെ കാണിച്ചു കൊടുക്കാം. അങ്ങനെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് ആണ്. അതായത് നമ്മുടെ സ്ട്രെയിറ്റനിങ് ടൂൾ വെച്ചിട്ട് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമ്മൾ 2 ക്ലോ ക്ലിപ്പ് കയ്യിൽ കരുതുക. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ നോർമൽ ഹെയർ സ്ട്രെയിറ്റനർ ആട്ടോ. ഇതിൽ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിലാണ് എപ്പോഴും വെക്കാറുള്ളത്. ഇതിന്റെ മാക്സിമം എന്ന് പറയുന്നത് 230 ഡിഗ്രി ആണ്. പക്ഷെ അത്ര വരെ ഞാൻ വെക്കാറില്ല. ഒന്നുകിൽ 180 ഡിഗ്രി അല്ലെങ്കിൽ 200 ഡിഗ്രി ആണ് ഞാൻ ഇതിന്റെ സെറ്റിംഗ്സ് ആയിട്ട് വെക്കാറുള്ളത്. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഹെയർ സ്ട്രെയിറ്റനർ സെറ്റിംഗ്സ് കുറച്ച് അധികം നാളായി ഈ ഒരു ഹെയർ സ്ട്രെയിറ്റനർ വാങ്ങിച്ചിട്ട്. ഇതാണ് എന്റെ സ്റ്റേപ്പിൾ ആയിട്ടുള്ള ഹെയർ സ്ട്രെയിറ്റനർ. ഇപ്പൊ കറന്റ്ലി ഒരു 4 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. ഫസ്റ്റ് ഏത് സൈഡാ ചെയ്യുന്നത്? ഈ സൈഡ് ചെയ്യാം അല്ലെ. എന്നിട്ട് നമ്മുടെ ഹെയർ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ക്ലിപ്പ് ചെയ്യാം. അതിനെ കുറിച്ച് ഇനി നോക്കണ്ട കേട്ടോ. നമ്മൾക്കിനി ഈ പാർട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇത് നമ്മൾ സെക്ഷൻ വൈസ് ഡിവൈഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് നമ്മൾ അകത്ത് സൈഡിൽ നിന്ന് തുടങ്ങണം. അപ്പൊ നമ്മൾ ചെയ്യാത്ത പാർട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഒരു ക്ലോ ക്ലിപ്പ് എടുത്ത് അവിടെ പിൻ ചെയ്ത് വെക്കാം. ഇപ്പം കുറച്ച് വിയേർഡ് ആയിട്ട് തോന്നും, പക്ഷേ ഇറ്റ് വിൽ ലുക്ക് ഗുഡ് അറ്റ് ദ എൻഡ്. പാനസോണിക്കിന്റെ ഹെയർ സ്ട്രെയിറ്റനർ ആണ്. ഇതിന്റെ എല്ലാത്തിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആ സെക്ഷൻ ചെയ്തിട്ടുള്ള ഹെയർ ഫസ്റ്റിൽ ഒന്ന് കോംപ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഹെയർ സ്ട്രെയിറ്റനിങ് ടൂൾ എടുത്തിട്ട് റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണ്ട, റൂട്ടിൽ ഒരു 1 to 2 സെന്റിമീറ്റർ വിട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ടിങ് ചെയ്യുമ്പോൾ ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് കൊണ്ടുവരണം. ഈ റൂട്ട്സ് 1 to 2 സെന്റിമീറ്റർ വിട്ടിട്ടുള്ള ഭാഗം തൊട്ട് നല്ലപോലെ സ്ട്രെയിറ്റൻ ആയില്ലെങ്കിൽ ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല അറ്റ് ദ എൻഡ്. സെയിം സെക്ഷന് റിപ്പീറ്റഡ് ആയിട്ടൊന്ന് സ്ട്രെയിറ്റൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അപ്പോഴേ അതിന് ആ സ്മൂത്ത് ടെക്സ്ചർ വരുള്ളൂ. എന്നിട്ട് ഈ സെക്ഷൻ അങ്ങ് സ്ട്രെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ എൻസ് ഞാനൊന്ന് കേൾ ചെയ്ത് കൊടുക്കും സ്ട്രെയിറ്റനർ വെച്ചിട്ട് തന്നെ. അതായത് അകത്തോട്ട് സ്ട്രെയിറ്റനർ ട്വിസ്റ്റ് ചെയ്താൽ അത് കേൾ ആക്കി കിട്ടും. എന്നിട്ട് ഇതുപോലെ നമ്മൾ എല്ലാ പാർട്ടും കുഞ്ഞു സെക്ഷൻ വൈസ് ആക്കി എടുത്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്തെടുക്കണം. ഞാൻ 1 സൈഡ് കംപ്ലീറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം.
സൈഡ് റെഡിയായി. എന്നാൽ പിന്നെ നമുക്ക് ഇതിനെയും കൂടെ ഒന്ന് ഇതുപോലെ ആക്കി എടുത്തിട്ട് വരാം അല്ലെ. അതും കൂടെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ ചെയ്തിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. ഇത് നമ്മുടെ 2 സൈഡിലും സ്ട്രെയിറ്റും ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു കുഞ്ഞു സെക്ഷനും കൂടെ സ്ട്രെയിറ്റ് ചെയ്യാനുണ്ട്. എന്താന്ന് നോക്കാം. നമ്മുടെ ഫ്രണ്ട് പാർട്ടീഷനിലെ അതിന്റെ 2 സൈഡിലും ദേ ഇതുപോലെ എടുക്കണം. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു സെക്ഷൻ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ്നർ ദേ ഇങ്ങനെ പിടിച്ച് അത് മുകളിലോട്ട് വേണം സ്ട്രെയിറ്റ് ചെയ്യാൻ. അതായത് മുകളിലോട്ട് പുറകോട്ട് വേണം സ്ട്രെയിറ്റ് ചെയ്യാൻ. സ്റ്റാർട്ടിംഗ് പാർട്ട് ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്തും കൂടെ കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ ദേ ഇതുപോലെ ഹെയർ ഫ്രണ്ടിൽ വന്ന് കിടക്കും. ഈ ഫ്രണ്ട് ലേയേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ ഭംഗിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അത് വന്ന് കിടക്കും. ഒരു 2-3 ടൈംസ് സെയിം പ്രോസസ് ആ ഫ്രണ്ട് സെക്ഷനിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അതവിടെ കിടക്കും. സംഭവം റെഡി. അപ്പൊ ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഇടാറ്. ഞാൻ പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഒരു സൈഡിൽ നമ്മൾ അകത്തോട്ടാ ചെയ്യുന്നതിന് മറ്റേ സൈഡിൽ നമ്മൾ അകത്തോട്ട് വേണം ട്വിസ്റ്റ് ചെയ്യാൻ, അതായത് ഹെയർ സ്ട്രെയിറ്റ്നർ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സിമെട്രിക്കൽ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇവിടം കൊണ്ട് നമ്മുടെ ഹെയർ സ്റ്റൈലിംഗ് പ്രോസസ്സ് തീരുന്നില്ല. ഇനി ഒരു 4th സ്റ്റെപ്പും കൂടി ഉണ്ട്. അതാണ് സീറം യൂസേജ്. നമ്മൾ ഏത് സിറം വേണമെങ്കിൽ യൂസ് ചെയ്യാം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് സിറം. ഈ ഒരു സിറം ഇതിന്റെ സ്മെല്ല് എന്ന് പറയുന്നത് സൂപ്പർബാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ സ്മെല്ല്. നമ്മുടെ നാച്ചുറൽ ഹെയർ ആയാലും തന്നെ നല്ലൊരു സ്മൂത്ത് ഫീല് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൈല് ചെയ്ത ഹെയർ ആണെങ്കിലും നമ്മൾക്കിത് യൂസ് ചെയ്യാം. പക്ഷെ ഒരു 1 ഡേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെയർ കുറച്ച് ഓയിലി ആവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. സ്റ്റൈല് ചെയ്ത ഹെയറിൽ ചെയ്യുമ്പോഴാണ്, അല്ലാതെ കുഴപ്പമില്ല. ഒരുപാട് ഫ്രിസിനെസ് ഉള്ളവരാണെങ്കിൽ വലിയ സീനില്ല. ഇതൊരു 1 പമ്പ്, ഓൺലി 1 പമ്പ് എടുക്കാം. 1 പമ്പ് എടുത്തിട്ട് നല്ലപോലെ ഹാൻഡ്സ് റബ്ബ് ചെയ്തിട്ട് ഹെയറിലേക്ക് കൊണ്ടുവരും. സ്കാൽപ്പിനകത്തേക്കൊന്നും കൊണ്ടുപോകണ്ട, ജസ്റ്റ് ഹെയറിൽ മാത്രം ചെയ്താൽ മതി. ഇങ്ങനെ ട്വിസ്റ്റഡ് മോഷനിൽ വേണം ചെയ്യാൻ, എന്നാലേ നമ്മുടെ ചെയ്ത കുഞ്ഞു കുഞ്ഞു കേൾസ് അവിടെ ഇരിക്കുകയുള്ളൂ. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ എപ്പോഴൊക്കെയാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് എത്ര നാൾ വരെ ഇങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്താൽ ലാസ്റ്റ് ചെയ്യും എന്നുള്ളതും. അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഒരു വീക്ക്ലി വൺസേ ചെയ്യാറുള്ളൂ. നമ്മളിപ്പോ ഡെയിലി ഓഫീസിലോ അല്ലെങ്കിൽ കോളേജസിലോ പോകുന്ന ആൾക്കാരാണെങ്കിൽ വീക്ക്ലി വൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ഡേയ്സ് മാക്സിമം ഇത് ലാസ്റ്റ് ചെയ്യും. എന്റെ കേസിൽ ഒരു 5 ഡേയ്സ് ലാസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞാല് ഹെയർ ഓയിലി ആവും. നമ്മുടെ സ്കാൽപ്പ് ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഓയിലി ആവും. ഇപ്പൊ ഡ്രൈ ക്ലൈമറ്റിലാണെങ്കിൽ പിന്നെ ഡാൻഡ്രഫും കൂടെ ഉണ്ടാവും അതിന്റെ കൂട്ടത്തില്. ഒരു 5 ഡേയ്സ് വരെ അത് അങ്ങനെ കിടക്കും. എന്നാലും ചെറിയ ചെറിയ ടെക്സ്ചറിൽ വ്യത്യാസമൊക്കെ ഉണ്ടാവും ഹെയറിന്റെ. ഇനിയിപ്പം ഒരുപാട് ബസ്സിലും അങ്ങനെ കാറ്റ് കൊള്ളുന്ന രീതിയിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പോകും കേട്ടോ. ഒരു 3 ഡേയ്സ് മാക്സിമം നിന്നാലായി. അങ്ങനെയാണ്. വീക്ക്ലി 2 ടൈംസ് ഒക്കെ ഇത് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പോലെ ആവും. എത്ര ഹീറ്റ് പ്രൊട്ടക്റ്റന്റ് യൂസ് ചെയ്തു എന്ന് വെച്ചാലും നമ്മുടെ ഹെയറിന് അത് ഭയങ്കര ബാഡ് ആണല്ലോ, അതായത് ഹെയർ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഹെയറിന്റെ ഫൈനൽ ലുക്ക്. ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു 3 to 4 ഡേയ്സ് ഇതിന്റെ ഷൈൻ ഇങ്ങനെ തന്നെ കിടക്കും. സ്കാൽപ്പ് ഓയിലി ആയിട്ടുള്ളവർ ഒരു ഗുഡ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ യൂസ് ചെയ്തിട്ട് ഈ പ്രോസസ്സ് ചെയ്യാം. എന്റെ ഹെയർ സ്റ്റൈലിംഗ്, അതായത് എല്ലാ സ്റ്റെപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എക്സെപ്റ്റ് ഹീറ്റ്ലെസ് കേൾസ്. അതും കൂടെ ആയാലേ ആക്ച്വലി ഒരു പൂർണ്ണ ആവുള്ളൂ. അതൊരു 7 to 8 hours വെക്കേണ്ടതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. അപ്പൊ ഇന്നത്തെ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് കേട്ടോ. സോ യാ, ദാറ്റ്സ് ഓൾ. ബൈ.